കൂട്ടുകാരെ, ഇന്നൊരു പുതിയ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാവയ്ക്ക തീയൽ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് പാവയ്ക്കയെല്ലാം കട്ട് ചെയ്യാനുണ്ട് എനിക്ക്. ഇതിനകത്ത് വേണ്ടുന്നത് പാവയ്ക്ക വേണം. ഒരു പാവയ്ക്കേ ഉള്ളൂ, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 തക്കാളി വേണം, പിന്നെ ഒരു സവോള. ഇത്രയും സാധനം ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാവയ്ക്ക തീയലിന് വറുത്തരച്ചാണ് വെക്കുന്നത്. അതിൻ്റെ മസാല ആക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാനിവിടെ ഒരു ചട്ടി ചൂടാണ്ടി വെച്ചു. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. അതിലോട്ട് നമുക്കിത് ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാതെ അത്രയും ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടിത് വറുത്തെടുക്കാവേ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാവേ. നന്നായിട്ട് മൊരിഞ്ഞ് വരണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. അത് നന്നായിട്ട് വറുത്ത് മാറ്റി നമുക്കിവിടെ തണുക്കാൻ വെച്ച ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇത് നമ്മുടെ പാവയ്ക്കയും സവോളയും തക്കാളിയും എല്ലാം അരിഞ്ഞെടുക്കണം. പച്ചമുളകും കൂടി വേണേ, അതിനെടുക്കാൻ വിട്ടുപോയി. അതും കൂടി നമുക്ക് പിന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ആകട്ടെ എന്ന്. അപ്പോൾ ഇത് ഈ തേങ്ങ ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അതെ, ഇതിലും കൂടുതലാക്കി ഇത് കരിഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്ക് എന്നിട്ട് ഇത് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ, കുറച്ച് മതിയേ. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം വേണം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ആ ചൂടിൽ തന്നെ കിടന്ന് മുളക് പൊടിയും നന്നായിട്ട് ചൂടായി വന്നോളും. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടാണെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് മാസമായതുകൊണ്ട് അപ്പോൾ ഈ ചൂടിൽ തന്നെ കിടന്ന് ആയാൽ മതിയേ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ചൂടാറി വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാവയ്ക്ക തീയലിന് വേണ്ടിയുള്ള പാവയ്ക്കയും ബാക്കിയുള്ള തക്കാളി അതെല്ലാം അരിഞ്ഞെടുക്കാവേ. എൻ്റെ കൂടെ കല്ലും വന്ന് ഇരിപ്പുണ്ട് ഇവിടെ, കറി വെക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അംഗൻവാടി പോകുന്നതാണ് എന്നും. ഇന്ന് അംഗൻവാടി ഇല്ല. അംഗൻവാടി ഉണ്ട്, ഇതൊക്കെ ടീച്ചർമാർക്കൊക്കെ എന്തോ പരിപാടിയാണ് അവിടെ. അപ്പോൾ ഇന്ന് കല്ലുമോൾ ലീവാണ്. അപ്പോൾ കല്ലുമോളും കൂടി ഉണ്ട് എൻ്റെ കൂടെ സഹായത്തിന്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഈ ഷേപ്പിൽ റൗണ്ടിലാണ് ഞാൻ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നടുക്ക് ഇങ്ങനെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ അത്ര അരിഞ്ഞെടുത്തിട്ട് കാണാവേ. ബാക്കി ഇത് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി നമുക്ക് മുഴുത്തൊരെണ്ണം തന്നെ വേണം. പാവയ്ക്ക് കയ്പുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതെ, പാവയ്ക്കയും തക്കാളിയും സവോളയും പച്ചമുളകും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് എണ്ണയ്ക്കകത്ത് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വാട്ടിയെടുക്കാതെ ഇത് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്നത് കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്തോട്ടിട്ട് വാട്ടിയെടുക്കാം. അതായത് സവോള, തക്കാളി, പാവയ്ക്ക, നമ്മുടെ പച്ചമുളക്, ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണം. അതും കൂടി നമുക്ക് വാട്ടിയെടുക്കാവേ. അപ്പോൾ ഇതേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകൊന്നും ഇടുന്നില്ല ഞാൻ ഇതിനകത്ത്.
അപ്പോൾ പിന്നെ നന്നായിട്ട് ചൂടാവണ്ട, നല്ലോണം ചൂടാകുന്ന കടുക് പൊട്ടിക്കാനല്ല, അന്നേരം അത്രയും ചൂടാവണ്ട. നമുക്കിത് എണ്ണ ഒഴിച്ച ശേഷം നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാവേ. അപ്പം നമുക്കിത് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാവേ. എല്ലാം ഒന്നിച്ച് തന്നെ ഇടാം, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്നില്ല. എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് നമുക്ക് ആട്ടിയിടാവേ. വെള്ളം ഒഴിക്കരുത് ഇതിനകത്ത്, ഈ എണ്ണയിൽ തന്നെ കടന്നത് നന്നായിട്ട് വെന്ത് വരണം. ഇതിനകത്ത് ഇപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറു തീയിൽ കടന്നിട്ട് നല്ലോണം വെന്ത് വരണം. അത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമ്മൾ. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ നമുക്ക് അപ്പോഴത്തേനും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന വാർത്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് അരച്ചെടുക്കാതെ. നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഈ എണ്ണയിൽ തന്നെ കടന്ന് നന്നായിട്ട് വാടി വന്നാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഞാനിത് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച്, അതും കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ പുളി പിഴിഞ്ഞതും കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കിടന്ന് ഒന്നും കൂടി ഒന്ന് വേകട്ടെ. ഇതിനുള്ള അരപ്പ് ഞാനിത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് അരപ്പെല്ലാം കൂടി വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇതിനകത്തിട്ട് കടുക് വറുത്തിടണം. പക്ഷെ ഇത് കാണാൻ വലിയ ലുക്കൊന്നുമില്ല. ഇതുണ്ടോ, കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. പാവയ്ക്കേനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കടുക് വറുത്തിടുന്നതും കൂടി കാണിച്ചു തരാവേ. അപ്പോൾ ഇതെൻ്റെ ഇത് ഞാനിതവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി കടുക് വറുത്തിടാം. അപ്പം ഞാൻ നമ്മുടെ തേങ്ങ വറുത്ത ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ ചട്ടിയിലോട്ട് തന്നെയാണ് ഞാൻ കടുക് വറുത്തെടുക്കുന്നത്. ഇതേ അതിനകത്തോട്ട് സവോള, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരണേ. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇവിടെ പാവയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി വറുത്ത് വെച്ച സവോളയെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക കാണാനൊരു ലുക്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ്. ഒന്നും കൂടി പറയുന്നു, പാവയ്ക്ക ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ലൊരു ചോറിന് നല്ലൊരു കറിയാണിത്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.